ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് അമ്മയുടെയും ആദർശേൻ്റെയും ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഭക്ഷണത്തിന് മുന്നേ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോയതാണ്. ഇപ്പോൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ആദർശേൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല ചായ നല്ല ജ്യൂസും ഒക്കെ നല്ലോണം കുടിച്ചു. അപ്പോൾ ചെറിയ ഡൗട്ട് തോന്നി. ഷുഗർ ഭയങ്കര ക്ഷീണമാണ്. എത്രയാണ് ഷുഗർ? അപ്പൊ ഭക്ഷണത്തിന് മുന്നേയുള്ള റിസൾട്ടാണ് വന്നത്. അതിൽ ആദർശന് കുറച്ച് ഷുഗർ ഉണ്ട് ഗൈസ്. അപ്പൊ പിന്നെ അത് അടുത്തത് ഭക്ഷണത്തിന് ശേഷം ആണ് എടുക്കാളെ. അപ്പൊ അമ്മ ഫസ്റ്റ് ഇരുന്നു. നാളെ കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇത് ആദർശേട്ടൻ ബ്ലഡ് എടുക്കാൻ വേണ്ടി നിന്നോട്ട്. ആദർശേട്ടന് ഭയങ്കര പേടിയാണ് ഗൈസ്. പേടിയല്ല, ഞാനൊക്കെ എന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നെ ഇരുന്ന് ചിരിപ്പിക്കുക, എന്നെ കളിയാക്കുക, അതൊക്കെ ആയിട്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോഴത്തെ സ്വന്തം ഇഞ്ചക്ഷൻ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആദർശേട്ടൻ ഇതാകും മുഖം പൊത്തിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നിന്നു. അങ്ങനെ ഇത് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ചിരി. പിന്നെ ഇതാ ഞങ്ങൾ അമൃതേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അമ്മ ബാങ്കിലേക്ക് പോവാം, അത് കാരണം അമ്മ പാസ്ബുക്ക് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം ഇവളെ ഞങ്ങൾ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങളും മുന്നേ തന്നെ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇവളുടെ അടുത്ത് വിളിച്ചിട്ട് വേഗം കുളിച്ചിട്ട് വായു നമുക്ക് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും അവൾ കുളിച്ച് സെറ്റായിട്ട് വേഗം അതേ ഓടി വരുന്നു കേട്ടോ. അവിടെ മോത്തില്ലല്ലോ, അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ നിന്നിട്ട് പിന്നെ അമ്മ ഇതാ വാതിലടച്ചിട്ടില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ തിരിച്ചു പോയില്ലേ ഗൈസ്. ഞങ്ങൾ എന്തായാലും പോവാം, വേഗം പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ. എൻ്റെ അമ്മ എങ്ങോട്ടും പോയില്ലേ ഗൈസ്. എപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോവും. അപ്പോൾ ഞാനും ആദർശൻ എന്തായാലും കയ്യോടെ ഇങ്ങോട്ട് പൊക്കിയതാണ് കേട്ടോ ആളനെ. എവിടെ പോവാച്ചെങ്കിലും ഞാനില്ല നിങ്ങൾ പൊക്കോ, ഞാനില്ല നിങ്ങൾ പൊക്കോ എന്നേ പറയുള്ളൂ. പിന്നെ പോണ വഴിക്ക് കേച്ചേരിയിൽ വെച്ച് ഞങ്ങൾക്ക് ഒടുക്കത്തെ ബ്ലോക്ക് കിട്ടി. കുറേ നേരം ഇവിടെ പോസ്റ്റായിട്ടോ. ഞങ്ങൾ വേഗം പോയി വരണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു അരമണിക്കൂറോ നേരമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വേഗം പോവാട്ടോ. ഞങ്ങൾ പോണത് എവിടേക്കാണെന്ന് അറിയോ? പഞ്ചവടി ബീച്ചിൽ. അതിൻ്റെ അടുത്ത് 2 സംഭവം നടക്കുന്നുണ്ട്. ഒരെണ്ണം എക്സിബിഷൻ പോലെ മറ്റേ അക്വേറിയത്തിൻ്റെ ഇതും, പിന്നെ ഫാം വില്ല പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അക്വേറിയം ഞങ്ങൾ ഇങ്ങനെ കുറേ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ മത്സ്യത്തിൻ്റെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. മറ്റേ ഫാം വില്ലയിൽ വെച്ചെങ്കിൽ മറ്റേ പാമ്പ്, അതൊക്കെയാണ് ഞങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്തത്. അത് ഭയങ്കര പാമ്പിനെ ഒന്ന് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നല്ല പേടിയാണെങ്കിലും കൂടിയിട്ട് എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ പോകുന്നത് ഫാം വില്ലയാണ്. അപ്പോൾ ഈ പഞ്ചവടി ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. രണ്ടും ഉള്ളത് പഞ്ചവടി ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പോണ വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, പാടും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ മഴക്കാലമായി ഇവിടെയൊക്കെ എന്താവും എന്നൊക്കെ അറിഞ്ഞൂട്ടോ കേട്ടോ. വെള്ളം കയറും തോന്നുന്നു. പക്ഷെ നല്ല രസം നടന്നു. അങ്ങനെ മരങ്ങളും നല്ലൊരു അടിപൊളി ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്ഥലം കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് എത്താറായിട്ട് ലക്ഷണം എന്റെ മുഖത്ത് മറ്റേ ദൈവ ലക്ഷണം കള്ളൻ ബീച്ച്, പഞ്ചവടി ബീച്ച്. അവിടെ ഇത് എവിടെയാണ്? ഇവിടെയോ?
അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ കുറേ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വെക്കേഷന് വേണ്ടിയിട്ട് വെക്കേഷനിൽ വന്നേക്കാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്ഥലം എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടോ വരണേ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടാ. 150 രൂപയായിരുന്നു ഒരാൾക്ക് ചാർജ് ഉണ്ടായിരുന്നത്. ആ പൈസയ്ക്ക് നമുക്ക് നല്ല ഇതാട്ടോ, അത്യാവശ്യത്തിന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഞങ്ങളിങ്ങനെ പാസ്സൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറി. അപ്പോൾ ആദർശേട്ടൻ ആകെ ഒരു പാസ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ആദർശേട്ടൻ 3 പേർക്കുള്ള പാസ് കൊടുത്തിട്ട് പോന്നു. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ഒട്ടകത്തിന് ഫുഡ് കൊടുത്തിട്ടാണ് കയറുക. അപ്പം നമുക്ക് അവർ ഇലയൊക്കെ തരും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ആദർശേട്ടനും അമൃതയൊക്കെ കൂടിയിട്ട് ഫുഡൊക്കെ കൊടുത്തു. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് സ്വാൻ എന്ന് പറയുന്നത് നമ്മുടെ അരയന്നം ഹംസ ഉണ്ടല്ലോ, അതിനെ ജീവിതകാലം മുഴുവൻ ഒരു ജീവിത പങ്കാളി, ഒരു പാർട്ട്ണർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ അതിന്. എനിക്ക് വൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റിനൊക്കെ കാണുന്നില്ല ഭംഗിയില്ല. ബ്ലാക്കും രസമുണ്ട്. അവരിതങ്ങനെ കൊക്കൊക്കെ ഒരുമി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ, വെള്ളം കുടിക്കുന്നു. പിന്നെ ഇത് അപ്പുറത്ത് മറ്റേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അതിൻ്റെ അങ്ങനെ ഫുള്ളിങ്ങനെ അനിമൽസും ഇങ്ങനെ കുതിര ഒക്കെ നമുക്ക് നന്നായി നല്ല രസമാണ് അവിടെ അങ്ങനെ കേട്ടോ. അവിടുത്തെ സെറ്റ് ചെയ്തേക്കണതും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കാണാനും വന്നിട്ടുണ്ട്. അപ്പോൾ ആദർശേട്ടൻ നൈസായിട്ട് ഒന്നിന് പോയിട്ടുള്ള വരവാട്ടോ ഇത്. പശു ഈ കുതിര അടുത്തേക്ക് നമുക്ക് വിളിക്കാം കുതിരേനെ. അമ്മേ അമ്മ അടുത്തത് നിൽക്കി ഫോട്ടോ എടുക്കട്ടെ. ഒന്നും കാണിക്കില്ല. അമ്മ ഇങ്ങോട്ട് തിരിച്ചു ആര് ഫോട്ടോ എടുക്കാത്ത ഒരിടക്ക് കൂടൊക്കെ നോക്ക്. ഇതിനാദ്യമായിട്ടല്ലേ കാണുന്നേ. പാമ്പിനെ പറഞ്ഞിട്ട് കണ്ണു കൂട്ടിട്ട് അയ്യോ നമുക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു. വരുമ്പെടുക്കല്ലേ. ചിലപ്പോ പട്ട് പോലെ നീളൻ രോമമുള്ള ആട്. അമൃതേ കൊടു ഇല്ലമ്മേ. ഞങ്ങളത് വെച്ചെടുക്കില്ല. എല്ലാം വെച്ചെടുക്കാന് അതിന്റെ സമയം നോക്കല്ലേ. വെച്ചോട് അമ്മക്കിപ്പോ ധൈര്യം.
പിന്നെ അവിടെ കുറേ ഇങ്ങനത്തെ കുട്ടി കുട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തോ തവളയാണോ എന്തോ ഒരു പേര് പറഞ്ഞോട്ടിക്ക് അറിഞ്ഞൂടെ. അതിൻ്റെ തൊട്ട് താഴെ ഒരു വലിയ തവളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമൊക്കെ ഞാനും മദർശനും ഞങ്ങളെല്ലാവരും തൊട്ടു. പിന്നെ ഇതാ ഇങ്ങനെ ഇതിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ലേ ഗൈസ്. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഇങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ അറിയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിനെയും പിന്നെ ഒക്കെ ഇങ്ങനെ നോക്കി നടന്നു. പിന്നെ ഇതാ അതുപോലത്തെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കാർട്ടൂണിലൊക്കെ കണ്ടിട്ട് എവിടെയോ കണ്ട് നല്ല പരിചയമുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ നമ്മൾ നേരെ നിൽക്കുന്നത് നമ്മൾ മെയിനായിട്ട് വന്ന കാര്യം നമ്മുടെ പാമ്പിനൊന്നും എടുക്കണം തൊടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നിട്ട് അതിന് വേണ്ടി നിന്നു കേട്ടോ. റബ്ബർ പോലെ ഒരു പേടിക്കണ്ട കേട്ടോ. ചാലഞ്ച് എന്ന് പറഞ്ഞു വന്നു. മറ്റേ അയ്യോ ആരിപ്പോഴേ പറ്റുള്ളൂ. പിന്നെ പിന്നെ അമ്മനെ പിടിച്ചാൽ പോവാ. അമ്മ കയ്യിലൊന്ന് തകത്തിന് വെച്ച് നോക്കി. ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. ഞങ്ങള് ഇതെന്താ അവിടെ കിളിയോളല്ലേ സംഭവം അടിപൊളിയാണ് കേട്ടോ. കൊണ്ട് അവരൊക്കെ ഒരു പേടിയില്ലാത്ത ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിക്കാൻ പോയിട്ട് വന്നാലോ? നമ്മൾക്ക് എന്തായാലും ഞങ്ങള് പാമ്പിനെ കട്ടിലിടാൻ തന്നെ തീരുമാനിച്ചു. ഇവളല്ല ഓൾസോ ഞങ്ങൾ ധൈര്യം സംഭരിച്ചു പോവാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും എടിയേ എന്റെ ക്യാമറ ഓണല്ലേ, ഇടയ്ക്ക് ക്യാമറ ഓണാക്കാൻ ഈ പേടിക്കല്ലേ, എപ്പോഴെങ്കിലൊക്കെ നടക്കുള്ളൂ. ഞാൻ മുകളിൽ പിടിക്കും, മുകളിൽ പിടിക്കും. അങ്ങോട്ട് നോക്കണ്ട, റൈറ്റിക്ക് നോക്കണ്ട. ഇതാ കൈ വെച്ചോ, കൈ വെച്ചോ. ആ അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? കുറച്ച് ഒന്ന് എഴുതുന്നുള്ളൂ, പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വെച്ചാലും ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ ഇറങ്ങാൻ എവിടെ ആൽഷട്ടെ
ആ കൊമ്പിലേക്ക് ആളേരി വെച്ചു അങ്ങോട്ട് പോയി. പോകട്ടെ. എന്താ കോഴിയോളോ? എനിക്ക് കോഴീനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കണം. ഏത് മഞ്ഞക്കോഴീനെയാ? അത് ഇരിക്കൂ, അതാകുമ്പോ ഒരു ഫോട്ടോയും കിട്ടും. എടുത്തോ ചേട്ടന് പൂച്ചേനെ പേടില്ലാതെ. നല്ല കനുണ്ടോ ചേട്ടാ? കുറച്ച് പൊക്കി പിടി. മുഖം കാണാമോ? അമൃത. കയ്യിൽ വെക്കാറ്റില്ല. ഫോട്ടോയാക്കണം. കടിക്കരുത്. പിന്നെ ഞങ്ങൾ കൈയൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ട് പോന്നു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഞങ്ങൾ പോരുമ്പോഴേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ തിരക്ക് കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മാറി മാറി ഇങ്ങനെ ഓരോരുത്തരനൊക്കെ ഇരുത്തി ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. അമ്മയും അമൃതയും ഞങ്ങളായിരുന്നു. പിന്നെ അമ്മേനെ അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വല്ലപ്പോഴും മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്മേനെയും വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളപ്പോൾ എല്ലാ സ്ഥലവും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും കുടിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നാരങ്ങ സർബത്ത് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയൊരു കടയാണ്, അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാരൊക്കെ വന്നിട്ടേ. പിന്നെ ഞാനൊരു സാനപ്പ് വാങ്ങിച്ചു. പിന്നെ എന്താ വടയോ പരിപ്പോടയോ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അമ്മയും ആദർശേട്ടനും സർബത്തും, പിന്നെ ആദർശേട്ടൻ ഉപ്പ് സർബത്താട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഷുഗർ നോക്കണമല്ലോ. പിന്നെ അമ്മ വാങ്ങിച്ചു കുടിച്ചിട്ട് ഞാൻ മരുന്ന് കുടിക്കുന്നത് പറഞ്ഞിട്ട് അമ്മ കുറച്ച് കുടിച്ചു. പിന്നെ ഇവയും ഇരിക്കണം മുതലൊന്നും കഴിക്കില്ല ഗൈസ്, എന്ത് പറഞ്ഞാലും വേണ്ട 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 പറഞ്ഞിട്ട്. അങ്ങനെ അവൾക്ക് എന്തോ വടയോ പരിപ്പടയോ എന്തോ ഞങ്ങൾ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയാൽ കിടന്നാൽ മതിയെന്ന് വെച്ചിട്ടാണ് പോണേ.
വരണ വഴിക്ക് ആദർശേട്ടൻ പനന്നും കണ്ടപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഇവിടെ നിന്നാണ് ആദർശേട്ടൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.